ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പോൾ റിലീസ് ചെയ്ത സിനിമയുണ്ട്, ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു കന്നഡ മൂവിയാണ്. മാനാട കടലു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ കന്നഡ ഭാഷയിൽ ഇതിനു മുമ്പേ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ തമിഴ് തെലുങ്ക് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തത് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ഒരു ആക്ഷൻ അഡ്വഞ്ചർ മിസ്റ്ററി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസ് ആയിരുന്നു, കൊറിയൻ സീരീസ് ആയിരുന്നു സ്ക്വിഡ് ഗെയിം എന്ന് പറഞ്ഞ സീരീസ്. ഈ ഒരു സീരീസിൻ്റെ മൂന്നാമത്തെ സീസൺ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് നെറ്റ്ഫ്ലിക്സ് വഴി. ഇംഗ്ലീഷ്, കൊറിയൻ, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായിട്ട് ജൂൺ മാസം 27-ാം തീയതിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. എത്ര ആൾക്കാർ ഈ സീരീസിന് വേണ്ടി കാത്തിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അടുത്തൊരു തെലുങ്ക് കോമഡി മൂവിയാണ്. ആ ഒക്കാട്ടി അടക്കു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വിൻ വഴി ജൂൺ മാസം 12-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു വെസ്റ്റേൺ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ബ്രോക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസിൽ ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ പിന്നെ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. റെൻ്റ് ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നമ്മുടെ സന്താനം പ്രധാന വേഷം കൈകാര്യം ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയായിരുന്നു. DD നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞ സിനിമ. C5 ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. ജൂൺ മാസം 13-ാം തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് തമിഴ് ഭാഷ കൂടാതെ മലയാളം ഡബ്ഡ് വേർഷനും അവൈലബിൾ ആയിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് പിന്നെ ഒരു കോമഡി ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ് പടക്കളം എന്ന് പറഞ്ഞ സിനിമ. സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ് പടക്കളം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. മലയാളം അടക്കം 5 ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ധ്യാൻ ശ്രീനിവാസനും മുകേഷൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സൂപ്പർ സിന്ദഗി എന്ന് പറഞ്ഞൊരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് സൺനെക്സ്റ്റ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. സൺനെക്സ്റ്റിൽ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. എന്നാലും ആദ്യം ഈ ഒരു സിനിമ ചാനൽ, അതായത് ഫ്ലവേഴ്സ് ചാനലിൽ പ്രീമിയർ ചെയ്യുന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം മാത്രമേ സൺനെക്സ്റ്റിൽ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് ആണ് പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഈ മാസം തന്നെ, ജൂൺ മാസം തന്നെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ ശ്രീനാഥ് ബാസി പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു ആസാദി എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ നല്ല വേണ്ട വിധം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സിനിമയാണ് ആസാദി എന്ന സിനിമ. ഞാൻ കണ്ടിട്ടില്ല, എന്തായാലും നല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ വിറ്റഴിക്കപ്പെട്ടതാണ്. മാക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ജൂൺ മാസത്തിൽ തന്നെ ഈ സിനിമയുടെ OTT റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ ദിലീപേട്ടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വിജയം കരസ്ഥമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. C5 ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളതെന്നുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അവരത് ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് വരെ പുറത്തുവിട്ട് കഴിഞ്ഞ് ജൂൺ മാസം 20-ാം തീയതി C5-ലും അതുപോലെ തന്നെ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലും ഈ സിനിമ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ആരൊക്കെ തിയേറ്ററിൽ കണ്ടോ, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.